മക്കളെ, സൈലത്തിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. മറ്റൊരു പ്രധാനപ്പെട്ട മലയാളം ഫസ്റ്റിലെ ഒരു പാഠഭാഗമാണ് എന്റെ ഗുരുനാഥൻ എന്ന കാവ്യഭാഗം. ഒരുപാട് ചോദ്യങ്ങൾ ഷോർട്ട് എസ്സേ ആയിട്ടും എസ്സേ ആയിട്ടും ഒക്കെ നമുക്ക് ചോദിച്ചിട്ടുള്ള പാഠഭാഗമാണ് കേട്ടോ. അപ്പൊ ഇതിലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്തൊക്കെ വരും, എന്താണ് പാഠം എന്നൊക്കെയാണ് ടീച്ചർ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. വള്ളത്തോൾ നാരായണ മേനോനാണ്. ആധുനിക കവിത്രയത്തിലുള്ള കവിയാണ്. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകനാണ്. ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന കവിയാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരുപാട് കവിതകൾ മലയാള സാഹിത്യത്തിന് സംഭാവന ചെയ്തിട്ടുള്ള എഴുത്തുകാരിൽ ഒരാളാണ് ആര്? വള്ളത്തോൾ നാരായണ മേനോൻ. 1878 അദ്ദേഹം തിരൂർ, മലപ്പുറം ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചിരിക്കുന്നത്. ഒരുപാട് കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്റെ ഗുരുനാഥൻ അല്ലെ, ഗാന്ധിജിയെ ഗുരുനാഥനായി കണ്ടുകൊണ്ട് വള്ളത്തോൾ എഴുതിയിരിക്കുന്നതാണ് എന്റെ ഗുരുനാഥൻ എന്ന കാവ്യഭാഗം. അതിൽ ഗാന്ധിയെ പല കാര്യങ്ങളോട് ഉപമിക്കുകയും ഗാന്ധിയുടെ അല്ലെ സ്വഭാവ സവിശേഷത, അദ്ദേഹത്തിന്റെ ചിന്തകള് അല്ലെ, അങ്ങനെ ഗാന്ധിയെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് എന്റെ ഗുരുനാഥൻ എന്ന് പറയുന്ന കവിതാഭാഗത്ത് പറയുന്നത്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളിലൂടെ ടീച്ചർ എന്ത് ചെയ്യാൻ പോകണം, ഈ പാഠം നിങ്ങളെ ഇത് പരിചയപ്പെടുത്താണ്. അപ്പൊ നമുക്ക് നോക്കാം. ഗാന്ധിജിയെയും ആകാശത്തെയും തമ്മിൽ താരതമ്യപ്പെടുത്തിയതിന്റെ ഔചിത്യം പരിശോധിച്ച് താരകാമണിമാല, കാറണിച്ചളി എന്നീ പ്രയോഗങ്ങളുടെ സൗന്ദര്യത്തെ വിലയിരുത്താനാണ്. അപ്പൊ ഗാന്ധി എന്തിനോടൊക്കെ ഉപമിച്ചിട്ടുണ്ട്? ആകാശത്തോട് സാമ്യപ്പെടുത്തി അല്ലെ. താരകാമണിമാല, കാറണിച്ചളി എന്നവരൊക്കെ പറയുന്ന പ്രയോഗങ്ങൾ ഈ വരികളിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇതൊരു 4 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. മേ ബി ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ ആകാശം പോലെ വിശാലമായിട്ടുള്ള കാഴ്ചപ്പാട്, അത്രയും വിശാലമായ കാഴ്ചപ്പാടാണ് ആർക്കുള്ളത്? ഗാന്ധിക്കുള്ള അല്ലെ. ഒരു ചെവിത്തെ തടിച്ചാൽ മറു ചെവിടും കൂടെ കാണിച്ചു കൊടുക്കും. അപ്പൊ അതുപോലെ അത്രയും ആളുകളോട് ചേർന്ന് നിന്നിരുന്ന അല്ലെ, അത്രയും വിശാലമായിട്ടുള്ള മനസ്സുണ്ടായിരുന്ന, കാഴ്ചപ്പാടുണ്ടായിരുന്ന ഒരാളായിരുന്നു ആര്? ഗാന്ധി. രത്നം പോലെയുള്ള നക്ഷത്രങ്ങളും ചളി പോലെ കറുത്തിരണ്ട മേഘങ്ങളും ആകാശത്തുണ്ട് അല്ലെ. രത്നം പോലെയുള്ള നക്ഷത്രങ്ങൾ, തിളക്കമുള്ള നക്ഷത്രങ്ങൾ അല്ലെ. താരകാമണിമാലാണ്, താരകങ്ങൾ കൊണ്ട് ചേർത്തിരിക്കുന്ന മണിമാല. അത്രയും തിളക്കമുള്ള നക്ഷത്രങ്ങൾ അല്ലെ, രത്നങ്ങൾ പോലെയുള്ള നക്ഷത്രം ഉണ്ട് ആകാശത്ത്. അതേപോലെ എന്താണ്, കറുത്തിരുണ്ട മേഘങ്ങൾ അല്ലെ, അതിനാണ് കാറണിച്ചളി എന്ന് പറയുന്നത് അല്ലെ. കറുത്തിരുണ്ട കാർമേഘങ്ങളുമുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ എല്ലാം ആകാശം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എല്ലാത്തിനെയും ആകാശം എന്ത് ചെയ്യുന്നു? ഒരുപോലെ ഉൾക്കൊള്ളുന്നു. അപ്പൊ അതേപോലെ ഗാന്ധിയും എങ്ങനെയാണ്? നല്ല സിറ്റുവേഷൻ ആയാലും മോശം സിറ്റുവേഷൻ ആയാലും എല്ലാത്തിനെയും ഒരുപോലെ ഉൾക്കൊള്ളുന്നവനാണ് ആര്? ഗാന്ധി എന്നാണ് പറയുന്നത്. ആകാശത്തിലെ നക്ഷത്രങ്ങളെ രത്നമാലയോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. ഇനി ഗാന്ധിജിയുടെ അധ്യാപനത്തെ പുണ്യാധ്യാപനം എന്ന് വിശേഷിപ്പിച്ചതിന്റെ യുക്തി എന്താണെന്നുള്ളൊരു ചോദ്യമുണ്ട് അല്ലെ. ഗാന്ധിജിയുടെ അധ്യാപനത്തെ എന്തായി വർണ്ണിച്ചിരിക്കുന്നു? പുണ്യാധ്യാപനം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു അല്ലെ. പുണ്യാധ്യാപനം, പുണ്യമായ അധ്യാപനം എന്നാണ് പറയുന്നത്. അപ്പൊ അധ്യാപനത്തിന് അല്ലെ, പഠിപ്പിക്കാൻ എന്താവശ്യമാണ്? പുസ്തകം അനിവാര്യമാണ് അല്ലെ. അപ്പൊ പുസ്തകങ്ങൾക്ക് അപ്പുറത്ത് ജീവിതം എന്ന പാഠമാണ് എന്ത് ചെയ്യുന്നത്? ഗാന്ധി നമുക്ക് കാണിച്ചു തരുന്നത്. ജീവിതം പരോപകാരപ്രദമാകണമെന്നും എളിമയും ത്യാഗവും സഹനവും അഹിംസയും ഏറെ ജീവിതത്തിൽ മൂല്യമുള്ളതാണ് എന്നും എന്തിയാണ് അദ്ദേഹം തന്റെ ജീവിതത്തിലൂടെ പഠിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആദർശങ്ങളെ അല്ലെ സ്വന്തം ജീവിതത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും കാണിച്ചു തരികയാണ് ആര് ചെയ്യുന്നത്? ഗാന്ധി ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ അധ്യാപകർ അങ്ങനെ, മികച്ച അധ്യാപകർ എങ്ങനെയാണ് അല്ലെ? പുസ്തകമില്ലാതെ അധ്യാപനം നടത്തുന്ന, ജീവിതം കൊണ്ട് അധ്യാപനം നടത്തുന്ന ആളാണ് ആര്? ഗാന്ധി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ശാശ്വതം അഹിംസയാണ് ആ മഹാത്മാവിൻ വ്രതം, ശാന്തിയാണ് അവിടേക്ക് പരദേവത പണ്ടേ. വ്രതം, പരദേവത എന്നീ പ്രയോഗങ്ങളുടെ അർത്ഥതലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ഒരു പ്രീവിയസ് ചോദ്യമാണ്. ശാശ്വതമായി ഗാന്ധിജി പാലിച്ച വ്രതം എന്തായിരുന്നു? അഹിംസയാണ് അല്ലെ. സമാധാനത്തെയാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്? ഉപാസിച്ചത് അല്ലെ. ഗാന്ധിയൻ സമരമുറകൾ എപ്പോഴും എങ്ങനെയായിരുന്നു? അദ്ദേഹത്തെയാണ് എന്ത് ചെയ്തത്? പട്ടിണി കിട്ടും, അല്ലെങ്കിൽ എന്താണ്, നിരാഹാരം അല്ലെ, സത്യാഗ്രഹമൊക്കെ സ്വയം പീഡിപ്പിക്കുക ചെയ്തത്. അല്ലാതെ മറ്റുള്ള ആളുകളെ വാളോ വടിയോ എടുത്ത് തോക്കോ ഉണ്ടയോ കൊണ്ട് കൊല്ലാനല്ല അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ അഹിംസയാണ്, ഹിംസയല്ല ഒന്നിന്റെയും വഴി, അഹിംസയാണ് സ്വീകരിക്കേണ്ടത് എന്നാണ്. അപ്പൊ അതാണ് വിജയിക്കുകയും ചെയ്തിട്ടുള്ളത് അല്ലെ. ആ ഗാന്ധിയുടെ ആ ഒരു സമരമുറയ്ക്ക് മുമ്പിൽ തോറ്റുപോകാണ് ബ്രിട്ടീഷുകാർ ചെയ്തിട്ടുള്ളത്. അത്രയും ഹൃദയമില്ലാത്തവരായിട്ടുള്ള അല്ലെ, ജാലിയൻവാലാ ആയിക്കോട്ടെ അല്ലെ, ഒരുപാട് ക്രൂരതകള് ചെയ്തിട്ടുള്ള ബ്രിട്ടീഷുകാര് ഈ വൃദ്ധന്റെ മുമ്പിൽ അല്ലെ, ആ ഒരു സമര നയങ്ങൾക്ക് മുമ്പിൽ അയാൾ കിടന്ന് ചത്തോട്ടെ എന്ന് ചിന്തിക്കാമായിരുന്നു. പക്ഷെ അവിടെയാണ് അതിന്റെ ഒരു ഭംഗി വരുന്നത് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അഹിംസയിലൂടെയാണ് എന്ത് ചെയ്തത്? അദ്ദേഹം അല്ലെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. അഹിംസ എന്ന വ്രതത്തിലൂടെ ശാന്തിയാകുന്ന പരദേവതയെ പ്രീതിപ്പെടുത്താനാണ് അദ്ദേഹം ശ്രമിച്ചതെന്നാണ് പറയുന്നത്. ശാന്തിയിലേക്ക് എത്താനുള്ള വഴി ഏതാണ്? അഹിംസയാണ് എന്നും ഗാന്ധി എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ മക്കൾക്ക്? ഇത് മാത്രമല്ല, ഒരുപാട് ചോദ്യങ്ങൾ ഈ പാഠഭാഗത്ത് നിന്നുണ്ടാവും. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാഠഭാഗമാണ്. അപ്പൊ അടിപൊളിയായിട്ട് നമുക്ക് ലൈവുകളൊക്കെ ഉണ്ട് അല്ലെ, മാരത്തോൺ ലൈവുകളൊക്കെ ഉണ്ട് നമുക്കറിയാം. ലൈവുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? പാഠഭാഗങ്ങളെല്ലാം നമുക്ക് സെറ്റ് ആക്കണം. നമുക്ക് വിഷമമുള്ള പാഠമൊക്കെ ഇനിയും ഏതെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മക്കൾ കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ. അപ്പൊ അടിപൊളിയായിട്ടിരിക്കുക, സൂപ്പറായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.